നാളെ എന്നെ ഇവന്റെ കൂടെ കാണാതിരുന്നപ്പോഴത്തേക്ക് നിങ്ങളിൽ പലരും കമന്റിൽ പറഞ്ഞ ഞാൻ കണ്ടായിരുന്നു, ഞാൻ ഇവൻ ഇട്ടിട്ട് പോയി, ഞങ്ങൾ ഡിവോഴ്സ് ആയെന്നൊക്കെ. എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കടോ. സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? ആക്ച്വലി എനിക്കൊരു ലൈൻ ഉണ്ടായിരുന്ന കാര്യം അവനറിയാം, ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. പക്ഷെ ഇപ്പൊ ഒരു ലൈനും കൂടെ സെറ്റ് ആയിട്ടുണ്ട്. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് അങ്ങനെ തിന്നിടോ. അത് അവനറിയത്തില്ല. ഇപ്പോഴെങ്കിലും അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ലൈൻ. ദേ ഇവിടെ നോക്കിക്കേ, നിങ്ങൾക്ക് ഒരു പിങ്ക് ലൈൻ കാണാൻ പറ്റുന്നില്ലേ? ഗോപാലകൃഷ്ണ, നിനക്ക് വല്ലതും പറ്റിയ? ഹേയ്, അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. നേരത്തെ ഓൾറെഡി ഒരു പച്ച ലൈൻ ഉണ്ടായിരുന്നു, ഇപ്പതേ പുതിയതായിട്ട് ഒരു പിങ്ക് ലൈനും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് പിന്നെ എങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞത്, ആ മണ്ട ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെന്ന്. എടാ, എന്താണ് നിന്റെ പ്രശ്നം ഈ സമയമില്ലാത്ത സമയത്ത്? ഈ ഡ്രസ്സൊക്കെ മാറിട്ട് മര്യാദയ്ക്ക് വല്ല ചുരിദാറിട്ടുണ്ടോ? എന്തിനാ അടിക്കണ? എടാ, നിനക്ക് അറിയത്തില്ല എന്റെ ഡ്രസ്സും അലമാരയൊക്കെ നിന്റെ തള്ള ഒളിപ്പിച്ച് വെച്ചിരിക്കുവാണ്. അതിനുള്ള ഡ്രസ്സല്ലേ ഇടാൻ പറ്റത്തുള്ളൂ. നീ വേണേ നിന്റെ കിഡ്നി വിറ്റിട്ട് എനിക്ക് പുതിയൊരു ട്രഡീഷണൽ വെയറിന്റെ തുണിക്കട വാങ്ങിച്ചതാ. എല്ലാരും വിളിച്ചു.